കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15, 16, 17 വാക്യങ്ങൾ. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യാനും അതിനെ കാപ്പാനും അവിടെയാക്കി. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതെന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. മാനവവർഗത്തിൻ്റെ വീഴ്ചയുടെ കാരണം എന്ന് പറയാവുന്ന ഒരു കൽപ്പനയാണിത്. നമുക്ക് വേണേൽ ചോദിക്കാം, കർത്താവേ, അങ്ങ് തന്നെ ഇതെല്ലാം ഉണ്ടാക്കി. ചില ആൾക്കാർ ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവർ ചോദിക്കാറുണ്ട്, ദൈവം തന്നെ എല്ലാം ഉണ്ടാക്കി, ദൈവം തന്നെ സൃഷ്ടിച്ച്, ദൈവം തന്നെ ഇങ്ങനെ ഒരു കാര്യം വെച്ചിട്ട് അതിനുള്ള ഉത്തരവ് കിടക്കുന്ന സഭാപ്രസംഗില്ല. ദൈവം ആദിയോടന്തം ചെയ്യുന്ന കാര്യങ്ങളെ ഗ്രഹിപ്പാൻ മനുഷ്യന് കഴിയില്ല. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്, അപ്പനോട് നീ ജനിപ്പിക്കുന്നത് എന്തെന്നും മനയുന്നവനോട് കളിമണ്ണ് നീ എന്തുണ്ടാക്കുന്നുവെന്നും കൈപ്പണി അവന് കൈയില്ല എന്നും പറയുമോ? സ്ത്രീയോട് നീ പ്രസവിക്കുന്നത് എന്തെന്ന് പറയുന്നവൻ അയ്യോ കഷ്ടം. ദൈവം ദൈവമാണെന്നും മനുഷ്യൻ ദൈവവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പുഴുവിനെ പോലെയാണെന്നും മനുഷ്യൻ ഗ്രഹിക്കേണ്ടതാണ്. എന്നിട്ടും ദൈവം മനുഷ്യന് പദവികൾ കൊടുത്തു, തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. എന്നിട്ട് നോക്കിക്കേ, സകല നന്മകളും കൊടുത്തിട്ട് ഒരെണ്ണം നോ പറഞ്ഞു. അപ്പോൾ ദൈവത്തിന് അറിഞ്ഞുകൂടെ ഇവൻ തെറ്റിക്കുകയില്ലെന്ന്? തെറ്റിക്കുമെന്നറിയാം, പക്ഷെ ഇവൻ അറിഞ്ഞൂടാ. ഇത് തന്നെയാണ് എല്ലായിടും നടക്കുന്നത്. എന്തുകൊണ്ടാണ് തെറ്റ് ചെയ്തവന് പോലീസ് പിടിച്ചിട്ടും തെളിവുകൾ ഹാജരാക്കി കോടതിയിൽ ബോധ്യം വരുത്തി ഇവനെ ശിക്ഷിക്കുന്നത്? കാരണം ഇവൻ സമ്മതിക്കില്ല, തെറ്റ് ചെയ്തവൻ ഒരിക്കലും സമ്മതിക്കില്ല. അതുകൊണ്ടാണല്ലോ പ്രതിഭാഗത്തിനും വക്കീലുള്ളത്. ആത്മീയനാണെങ്കിലോ ഇത് പുറമേ കാണുന്ന തെറ്റല്ല, അകത്തിരിക്കുന്ന സാധനമാണ്. ഹിസ്കിയാ രാജാവിൻ്റെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തി നടന്നു. ദേശത്തിൽ ദൂതനിറങ്ങി. ഫിസിക്കൽ മണ്ഡലത്തിൽ 1,85,000 പട്ടാളക്കാരെ ദൈവദൂതനിറങ്ങി വെട്ടിക്കൊന്നു. പിറ്റേന്ന് നോക്കുമ്പോൾ ഇത്രയും ആൾക്കാർ ഒന്നിച്ച് ചത്ത് കിടന്നു. ഇതുകൂടാതെ ഈ മനുഷ്യൻ്റെ ജീവിതത്തിലൊരു മാറാരോഗം വന്നു, മരിക്കാറായി. ദൈവം അത്ഭുതകരമായിട്ട് ഒരു അത്തിപ്പഴ കട്ട കൊണ്ടുവന്ന് മുറിവിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം സൗഖ്യമായി. ഇന്നും അങ്ങനെയൊക്കെ തന്നെ അല്ലേ? ഇത്തിരി ഉപ്പ് വെച്ച് അല്ലെങ്കിൽ ഒന്ന് എണ്ണ തേച്ച് ഒരു വെള്ളം കുടിപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആൾക്കാർ പരിഹസിക്കും. പക്ഷേ അത് ഇവിടുത്തെ ഏറ്റവും വലിയ ആശുപത്രിക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാളും വലുത് ചെയ്യുന്നു. കാരണം അത് നിന്നെ സൃഷ്ടിച്ച, ഇതെല്ലാം രൂപപ്പെടുത്തിയ ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ്. അത് ഏറ്റവും വലിയ ഓപ്പറേഷനേക്കാളും ഫലപ്രദമാണ്, ഏറ്റവും നല്ല ഔഷധത്തെക്കാളും നല്ലതാണ്. ഹിസ്കിയാവിന് അവൻ്റെ ഹൃദയത്തിലുള്ളതെന്തെന്ന് പരീക്ഷിച്ചറിയാൻ ദൈവം അവനെ വിട്ടുകൊടുത്തുന്നൊരു വചനമുണ്ട്. അത് 2 ദിനവൃത്താന്തത്തിൽ 32-ാം അധ്യായത്തിലാണ്. എന്ന് പറഞ്ഞാൽ വലിയ ഡെലിവറൻസൊക്കെ കിട്ടി, വലിയ ശുശ്രൂഷയൊക്കെ ചെയ്തപ്പം വലിയ ആൾക്കാർ വന്നു. അപ്പോൾ ദൈവം ഇവനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക, ഇവനെ അറിയുന്നില്ല. കർത്താവ് ഇങ്ങനെ CCTVയിൽ കണ്ടുകൊണ്ടിരിക്കുക ഇവൻ്റെ പെരുമാറ്റം. ഇവൻ അവരുടെ സാന്നിധ്യത്തിൽ അങ്ങ് സന്തോഷിച്ച് ഇവൻ്റെ മഹത്വവും മഹിമയെല്ലാം കാണിച്ചു. ഇവൻ്റെ മഹത്വം കേട്ടിട്ട് ദൂരത്ത് നിന്ന് വന്നതല്ലേ? ആ മഹത്വം കേൾക്കാൻ കാരണമായത് ദൈവമല്ലേ? ചർച്ചിലൊഴിച്ച് വേറെ എല്ലായിടത്തും കൊണ്ടുപോയി. ഇത് തന്നെ നമ്മുടെ പ്രശ്നം. നമ്മുടെ വീട്ടിലൊക്കെ നമ്മളെക്കാൾ വലുതെന്ന് തോന്നുന്ന ആൾക്കാരൊക്കെ വരുമ്പോൾ ഭ്രമിച്ച് പ്രാർത്ഥന ഒഴിച്ച് ബാക്കിയെല്ലാം പറയല്ലേ? നിൻ്റെ വീണ്ടെടുപ്പുകാരനെ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യവും പറയല്ലേ? അത് കർത്താവിനറിയാം, പക്ഷെ നീ അറിയണം, ആളെ എഴുതി വെക്കണം. ഇതുപോലെ തന്നെ ആദാമേ, മണ്ണ് കൊണ്ടുണ്ടാക്കപ്പെട്ടവനെ നീ വീഴണം. ഒടുക്കത്തെ ആദാം വരണം, വിണ്ണിൽ നിന്നുള്ളവൻ വരണം. മണ്ണ് കൊണ്ടുണ്ടാക്കപ്പെട്ടവൻ്റെ സാദൃശ്യത്തിൽ ഉണ്ടായതുപോലെ വിണ്ണിൽ നിന്ന് വന്നവൻ്റെ സാദൃശ്യത്തിൽ നമ്മളാകണം. ദൈവം ആദ്യം മുതൽ ഇന്ന് വരെ എന്നും അവൻ നീതിമാൻ തന്നെ. അവൻ്റെ ഭാഗത്തൊരു തെറ്റില്ല. പിന്നെ എന്തെങ്കിലും തെറ്റ് നമ്മൾ കാണുന്നെങ്കിൽ ആകാശത്തിൻ്റെ വിശാലത ഗ്രഹിക്കാൻ കഴിയാത്തതുപോലെ വലിയ ദൈവത്തെ കൊച്ചു മനുഷ്യനെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളോടുള്ള ബന്ധത്തിൽ നോക്കുക, ജോലിസ്ഥലത്തായാലും കുടുംബജീവിതത്തിലായാലും സഭാജീവിതത്തിലായാലും ഇതുപോലുള്ള ചില നോകൾ കർത്താവ് തരും.
അത് നിന്നെ അറിയാൻ വേണ്ടി, നിന്നെ കൈയോടെ പിടിക്കാൻ വേണ്ടി. കൈയോടെ പിടിച്ചിട്ട് പരിഹസിക്കാനാണോ? അല്ല, അവൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടാൻ, ക്രിസ്തുവിനെ പോലായിത്തീരാൻ ദൈവം സ്നേഹം കൊണ്ട് അത് ചെയ്യുന്നതാണ്. അതുകൊണ്ട് പരീക്ഷ നല്ലതാണ്. പരീക്ഷ ഉണ്ടെങ്കിൽ പ്രമോഷനുള്ളൂ. പരീക്ഷ ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിലോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പൗലോസ് സഭയെ പ്രബോധിപ്പിക്കുന്നു, ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ? സാത്താൻ ഉപായത്താൽ ഹവ്വയെ വഞ്ചിച്ചതുപോലെ നിങ്ങളും വഞ്ചിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ പരീക്ഷകൾ എന്തിനാണ്? ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിലും, വചനത്തിലുള്ള ഏകാഗ്രതയിലും, പ്രാർത്ഥനയിലുള്ള ഏകാഗ്രതയിലും, നിർമ്മലതയിലും വഷളായി പോകാം. അപ്പോൾ ഇത് ഒരളവുകോലാണ്. ഇത് കാണിച്ചു തരും. വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിച്ച് മുന്നോട്ട് പോകും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം കൃപ ചെയ്യട്ടെ. പരീക്ഷകളിൽ വിജയിച്ച് നന്മ ചെയ്തും സുവിശേഷിച്ചും നടന്ന യേശുവിനെ പോലെ നല്ലത് പറഞ്ഞു, നല്ലത് പ്രവർത്തിച്ചു, അത്ഭുതങ്ങൾ ചെയ്തു അനേകർക്ക് അനുഗ്രഹമായി ദൈവം നിങ്ങളെ മാറ്റട്ടെ. ആമേൻ.